മണാലിയിൽ യാത്ര പോയ കുറ്റ്യാടി സ്വദേശി നബി സുമയെ അധിക്ഷേപിച്ച സംഭവത്തിൽ കാന്തപുരം വിഭാഗം നേതാവും മതപണ്ഡിതനുമായ ഇബ്രാഹിം സഖാഫിക്കെതിരെ നബി സുമയുടെ മകൾ ജിഫാന. ഉമ്മയ്ക്കിപ്പോൾ പൊതുവേദികളിൽ പോകാനോ ആളുകളുമായി ഇടപഴകാനോ സാധിക്കുന്നില്ല, വലിയ തെറ്റ് ചെയ്ത പോലെയാണ് പെരുമാറുന്നതെന്നും ജിഫാന സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു. ഇന്നലെ ഇവിടെ അടുത്തൊരു ബന്ധു മരണപ്പെട്ടിട്ട് ആ മരണപ്പെട്ട വീട്ടിൽ ഉമ്മക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ആടെയുള്ള ആളുകൾക്ക് അറിയേണ്ടത് മരിച്ച ആളുടെ കാര്യങ്ങളല്ല. എന്ത് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞല്ലോ, ഉസ്താദ് അങ്ങനെ പറഞ്ഞല്ലോ, നിങ്ങളെന്താ അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് അറിയേണ്ടത്. അത് ഇന്നലെ ആ ഒരു സമയത്ത് ഉമ്മ അനുഭവിച്ചത് നമുക്ക് പറഞ്ഞങ്ങനെ തരേണ്ട എനിക്കറിയില്ല. ഉമ്മ കരയായിരുന്നു ഇവിടുന്ന്. കാരണം അത്രയും ഉമ്മ പ്രയാസത്തിലാണ് ഉണ്ടായത്. നമ്മളൊരു എന്തോ തെറ്റ് ചെയ്തിട്ടേ പിന്നെ അങ്ങനെ വന്നിട്ടുള്ള ഒരാളെ പോലെയാണ് കാണുന്നത്. ഉമ്മ ആകെ ചെയ്തത് ഒരു യാത്ര പോയി. ആ യാത്ര പോയ ആ സമയത്ത് ഉണ്ടായൊരു സന്തോഷം. ഉമ്മാക്ക് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചോ യൂട്യൂബിനെ കുറിച്ചോ ഒന്നും അറിവുള്ള ആളല്ല. യാത്ര പോയ സമയത്തെ നബി സുമയുടെ പ്രതികരണം കൂടി കാണാം. നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ, എന്താ രസം, എന്താ ഞാൻ റിച്ചുവിന്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ, വന്നടി മക്കളെ. നബിസുമ എന്താ അടിപൊളിയാണ്. പക്ഷെ നബിസുമയുടെ ഈ യാത്രക്കെതിരെയാണ് ഇബ്രാഹിം സഖാഫി പരാമർശം നടത്തിയത്. ആ പരാമർശം കൂടി നമുക്ക് കേൾക്കാം. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സലാത്തിന്റെ കുറുഞ്ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരിങ്ങനെ ഇടാണ് മൂപ്പത്തി. ചിലപ്പോ അത് ഈ നാട്ടുകാരിനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം. അതെ, ഈ പ്രതികരണമാണ് പ്രശ്നം. നമുക്ക് വിവരങ്ങൾ കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് നൽകും. അഭി, ആ വീഡിയോ കണ്ടപ്പോൾ, മതപണ്ഡിതന്റെ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് വലിയ ദേഷ്യമോ ആത്മരോഷമോ സങ്കടമോ ഒക്കെ തോന്നാണ്. നബിസുമ എന്തൊരു അടിപൊളിയാണ്. നബിസുമ സ്വന്തമായിട്ട് തെറ്റ് ചെയ്ത പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നതെന്നാണ് മകൾ വിഷമത്തോടെ പറയുന്നത്. നബിസുമയല്ല തെറ്റ് ചെയ്തത്, പലരും പറഞ്ഞ കാര്യത്തിലാണ് തെറ്റുള്ളത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. മതപണ്ഡിതനെ അല്ലെങ്കിൽ പണ്ഡിതനെന്ന് വിളിക്കാൻ തോന്നുന്നില്ല. നബിസുമയുടെ മകൾ പറഞ്ഞ കാര്യം എന്താണ് അഭി, അതിന്റെ വിശദാംശങ്ങളൊക്കെ പറയൂ. ശ്രീനിത പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു അടിപൊളി സ്ത്രീയാണ് ഈ നബി സുമ. അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു മണാലിയിലേക്ക് യാത്ര പോകണമെന്നുള്ളത്. അങ്ങനെ കഴിഞ്ഞ ഡിസംബർ 11 ഇവർ മണാലിയിലേക്ക് യാത്ര പോകുന്നത്. അതും തൻ്റെ മക്കളുടെ മാത്രം പ്രായമുള്ള ഒരു കൂട്ടം യുവാക്കളുടെ ഒപ്പം. അവരിൽ ഒരാളായാണ് ഈ 55 വയസ്സുകാരിയായ നബി സുമ മണാലിയിലെത്തുന്നതും പിന്നീട് അവിടെയുള്ള തൻ്റെ സന്തോഷത്തിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഒരു റീലാക്കി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതിൽ പിന്നെ ഈ റീല് വലിയ പ്രചാരം നേടി. എല്ലാ മലയാളികളും അവരുടെ ഈ നിഷ്കളങ്കമായ സംസാരത്തെ ഏറ്റെടുത്തു. നമ്മൾ തൊട്ട് മുൻപ് അത് പ്ലേ ചെയ്തിരുന്നു. വളരെ വലിയ രീതിയിലുള്ള പ്രചാരമാണ് ആ വീഡിയോയ്ക്ക് ലഭിച്ചത്. അതിനുശേഷം 24-ഉമായിട്ട് സംസാരിക്കുമ്പോഴും അവർ തങ്ങളുടെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചതിൻ്റെ ആ ഒരു സന്തോഷം അവർ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ ദിവസമാണ് ഈ ഇബ്രാഹിം സഖാഫിയുടെ ഈ അധിക്ഷേപ പരാമർശം വരുന്നത്. കൃത്യമായി അദ്ദേഹം പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ ഈ സ്ത്രീ ഈ മണാലിയിലേക്കൊക്കെ യാത്ര നടത്തുന്നത്? 25 വർഷം മുൻപ് ഭർത്താവ് മരിച്ചൊരു സ്ത്രീ പ്രാർത്ഥനയുമായി വീട്ടിൽ കഴിയേണ്ട സമയത്ത് എന്തിനാണ് മറ്റൊരു സംസ്ഥാനത്ത് പോകുന്നത്? അവിടെ പോയി മഞ്ഞൊക്കെ വാരി എറിഞ്ഞുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തുന്നത്, അതിൻ്റെ ദൃശ്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. ഇതാണ് പ്രശ്നം എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ളൊരു പ്രതികരണം ഒരു മതപണ്ഡിതൻ്റെ ഭാഗത്തുണ്ടാവുകയാണെങ്കിൽ വലിയ വേദന, വലിയ ദുഃഖം, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആ സ്ത്രീയെ സംബന്ധിച്ചുണ്ടാകും. അത് തന്നെയാണ് ഒരു പ്രതികരണമായി ഈ നബി സുമയുടെ മകൾ ജിഫ്ന വ്യക്തമാക്കുന്നത്. ഒരു പൊതുവേദിയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ തുടരുക. അഭിജിത്ത്, ഇപ്പോൾ എഴുത്തുകാരി സുഹ്റ നമുക്കൊപ്പം ചേരുന്നു. ഇ പി സുഹ്റ മാഡം, നമസ്കാരം. നമുക്കറിയാം, എഴുത്തുകളൊക്കെ നമ്മൾ മുൻപേ വായിച്ചിട്ടുള്ളതാണ്. ഈ ഇസ്ലാം മതത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിലുള്ള സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്ന പല നിയന്ത്രണങ്ങളെയൊക്കെ പൊളിച്ച് കൈകൊടുത്ത ആളാണ്. ഇപ്പോഴും ഈ സമയത്ത് നമുക്ക് ഈ മതപണ്ഡിതൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്നുള്ളതാണ്. എത്ര സന്തോഷത്തോടെയാണ് നമ്മുടെ നബി സുമ മണാലി യാത്ര, അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. പക്ഷേ ഇതിങ്ങനെ വരുമ്പോൾ പാവം വല്ലാത്ത വേദനയിലാണ്. എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്?
ഇതിൽ പറയാനുള്ളത് ഇത് ആണധികാരത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നത്. മുസ്ലിം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ചങ്ങലക്കിടണം അവർക്ക്. ഒരു ഭർത്താവ് മരിച്ചുപോയ ഭാര്യനെ മറയിൽ കിടത്തണം എന്ന് പറയുന്നത് അല്ലേ? അതെന്തിനാണ്? അവൾക്ക് ഗർഭം ഉണ്ടാവുമെന്ന് നോക്കാൻ വേണ്ടിട്ട്. ഇന്നത്തെ ഈ ആധുനിക കാലത്ത് ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്താൽ മതി. ഇതൊന്നും ആരും പറയേണ്ട കാര്യങ്ങളല്ല. അതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്നത് അവര് പോയിട്ട് ഈ ഖുർആൻ ഓതിയിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടി. ഇദ്ദേഹം പോയിട്ട് പള്ളിയിൽ പോയിട്ട് ഖുർആൻ ഓതി ഇരിക്കട്ടെ. ഇത് സ്ത്രീകളെ അടിച്ചമർത്താനുള്ള ഓരോരോ വഴിയാണ് ഇവർ എടുത്തുകൊണ്ടേ വരുന്നത്. കാരണം മറ്റനേകം പ്രശ്നങ്ങളുണ്ട് മോളെ. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെല്ലാം മാറി വരാൻ വേണ്ടിട്ട് ഇവരിങ്ങനെ പറയുന്നതാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നു. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒന്നും പോകരുത്, എവിടെയും പോകരുത്, ഒന്നും ചെയ്യരുത്. അപ്പൊ അടങ്ങി ഒതുങ്ങി ഇങ്ങനെ ഇരുന്നോണം. അപ്പൊ ഭർത്താക്കന്മാര് മരിച്ചു പോയാൽ ആ ഭാര്യക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അവരെ മക്കളെ വളർത്തണം, അവരെ മക്കളെ വളർത്തിയെടുക്കണം, അവർക്ക് അതിന് വിദ്യാഭ്യാസം കൊടുക്കണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. പിന്തുണാവകാശത്തിന്റെ കിട്ടാത്ത അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. സ്ത്രീകൾ എവിടെയെങ്കിലും പോയാൽ ഇപ്പൊ ഒരു ഭാര്യയാണ് മരിച്ചതെങ്കിൽ അയാൾ അന്നേരം പോയിട്ട് വേറെ കല്യാണം കഴിക്കും, എന്നിട്ട് അയാൾ ആസ്വദിക്കും അല്ലേ? ഭർത്താവ് മരണപ്പെട്ടാൽ നിങ്ങൾ ഇങ്ങനെ അടങ്ങി, അത് ഒരിക്കലും ഇസ്ലാം വിരുദ്ധാണ്, ഭരണഘടനാ വിരുദ്ധാണ്, ഖുർആൻ വിരുദ്ധാണ്, എല്ലാത്തിനും വിരുദ്ധാണത്. മനുഷ്യാവകാശ ലംഘനമാണ്. ഒരു സ്ത്രീയെ പിടിച്ചിങ്ങനെ മുമ്പ് കാലത്തെ ചെവിയില് പരുത്തി വെക്കണം എന്നാ പറയുന്നത്, ആണുങ്ങളെ ശബ്ദം കേൾക്കരുത് എന്ന് പറഞ്ഞിട്ട്. ആ രീതിയിലുള്ള ഇപ്പോഴും പ്രാകൃതമായ ചിന്താഗതി കൊണ്ട് നടക്കുന്ന ആളുകളായി ഇവരൊക്കെ പോയിട്ട് പള്ളിയിൽ ഇരുന്നിട്ട് ചെല്ലട്ടെ, അല്ലാതെ ഖുർആൻ വായിക്കട്ടെ. അത് മാത്രല്ല, ഭക്ഷണം ഉണ്ടാക്കി കഴിക്കട്ടെ. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളാ. അപ്പോൾ എന്നോട് പറഞ്ഞത് മരണം നടന്നു കഴിഞ്ഞാൽ വല്ലാതെ കരഞ്ഞ് അവിടെ ഇരിക്കുക എന്നതിനേക്കാൾ ആ മരിച്ച വ്യക്തി, അത് നമ്മുടെ മാതാപിതാക്കൾ ആരെങ്കിലും ആകട്ടെ, ഏറ്റവും അടുത്ത ആരെങ്കിലും ആകട്ടെ, ആ വ്യക്തിക്ക് സന്തോഷമുണ്ടാകുന്ന നല്ല കാര്യങ്ങൾ, സത്പ്രവൃത്തികൾ ചെയ്ത് നമ്മൾ ആക്റ്റീവായിട്ട് ഇറങ്ങണം എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ആകെ കുറച്ച് ദിവസമെങ്ങാനും അതിൽ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇരിക്കുക, അത് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഭർത്താവ് മരിച്ച് 25 വർഷം കഴിഞ്ഞിട്ടും ഒരു മൂലക്കിരിക്കുന്നില്ല എന്നതിലാണ് ആ ഉമ്മയെ, നബീസ് ഉമ്മയെ ഇതുപോലെ അധിക്ഷേപിക്കുന്നത്. ഒരു ഊരുവിലക്ക് പോലെ ജനങ്ങളുടെ ഇടയിൽ അവരെ ഇങ്ങനെ ഊരുവിലക്ക് ഉണ്ടാക്കിയിട്ട് ഫത്വ ഫാക്ടറിയാണ് ഇവര്, ഫത്വ ഫാക്ടറി. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളുകൾ ആ വീട്ടുകാരോട് എതിർപ്പ് കാണിക്കൂലേ? അപ്പൊ അവർക്കൊരു മാനസികമായ പ്രശ്നം ഉണ്ടാക്കുക, എന്നിട്ട് അവരെ അടിച്ചൊതുക്കി വീട്ടിലിരുത്തുക. ഇതെല്ലാം ഈ നൂറ്റാണ്ടിൽ നടക്കുന്ന കാര്യങ്ങളാണോ? ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇവരൊക്കെ ആ കാലഘട്ടത്തിലുള്ള വസ്ത്രമാണോ ധരിക്കുന്നത്? ആ കാലഘട്ടത്തെ വാഹനമാണോ ഉപയോഗിക്കുന്നത്? ആ കാലഘട്ടം ഈ കാലഘട്ടം ഉണ്ടെങ്കിൽ എന്തുമാത്രം വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല, എന്തിനാണ് ഇവര് സ്ത്രീകളെ പുറകെ നടക്കുന്നത്? ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? സ്ത്രീകൾ എവിടെ പോകുന്നു, എന്തെങ്കിലും ചെയ്തോട്ടെ, അവരെ ആസ്വദിച്ചോട്ടെ, നന്നായി ആസ്വദിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. സ്ത്രീകളെ പരമാവധി ആസ്വദിക്കണം. സ്ത്രീകൾ അങ്ങനെ മൂലക്കിരിക്കേണ്ടവരോ കരഞ്ഞിരിക്കേണ്ടവരുണ്ടല്ല. ഭർത്താവ് മരണപ്പെട്ടാലും ആ ദുഃഖം അവർക്ക് ഉണ്ടാവും, എന്നാലും അവർ ജീവിതത്തിലേക്ക് വരണം. അത് പറഞ്ഞിട്ട് അവർ മൂലക്കിരിക്കലല്ല. അത് ഭയങ്കരമായ ഒരു മാനസികമായ പീഡനമാണ്. അതെ, എന്തായാലും ഈ വാക്കുകൾ നമ്മൾ നബീസുമ്മയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും, അത് എത്തട്ടെ. അപ്പോൾ ആ ഒരു സങ്കടത്തിൽ നിന്നൊക്കെ നബീസുമ്മ പുറത്തു വരട്ടെ, സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. നന്ദി ഞങ്ങളോട് ഈ സമയത്ത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം തന്നതിന്. മാഡം, നമുക്ക് അഭിജിത്തിലേക്ക് പോവാം അല്ലേ? അഭിജിത്ത് പ്രതികരണം കേട്ട് കാണും അഭിജിത്ത് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ്. അപ്പോൾ എന്താണ് ഇനി അടുത്ത നടപടി എന്ന് ചോദിച്ചാൽ, നബീസുമ്മയെ ഈ നമ്മുടെ എല്ലാവരുടെയും സപ്പോർട്ട്, എല്ലാ മനുഷ്യരുടെയും സപ്പോർട്ട്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ആ സപ്പോർട്ട് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ആ മകളും ഇടുക്കിയാണ് കേട്ടോ, അത് പറയാതെ വയ്യ. അമ്മയ്ക്ക് എത്ര തുണയാണ് കൊടുക്കുന്നത്. ഷീ ഈസ് വെരി സ്ട്രോങ് അല്ലേ? തീർച്ചയായും സ്മിത, അവരൊരു ധീരയായ വനിത തന്നെയാണ്. 25 വർഷം മുൻപ് അവരുടെ ഭർത്താവ് നഷ്ടപ്പെട്ടിട്ടും അവർ ഒറ്റയ്ക്ക് പൊരുതി നിന്ന സ്ത്രീയാണ്. 3 മക്കളെ ഒറ്റയ്ക്ക് വളർത്തി വലുതാക്കിയ സ്ത്രീയാണ്. തൊഴിലുറപ്പിന് ഉൾപ്പെടെ പോയാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത്തരം ചെറിയ ചെറിയ വിവാദങ്ങൾ താൽക്കാലികമായി അവർക്കൊരു വിഷമം ഉണ്ടാക്കിയെങ്കിലും അവർ സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുമെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം തൻ്റെ മക്കളുടെ മാത്രം പ്രായമുള്ള കുറച്ച് യുവാക്കൾക്കൊപ്പം അവരിൽ ഒരാളായി മണാലിയിലേക്കൊക്കെ യാത്ര നടത്തിയ ഒരു സ്ത്രീയാണ്. ഏതായാലും അവർ തളരില്ല എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ വിശ്വസിക്കാം. ഇത്തരത്തിൽ ഈ മതപണ്ഡിതന്റെ വാക്കുകൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധം കൂടി ഉയർന്നു വരുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ സന്തോഷകരമായ ഒരു കാര്യമാണ് സ്മിത.
ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇബ്രാഹിം സഖാഫി, ഞങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായി എല്ലാവരും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ മതവികാരം വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞ് വരേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു മതവികാരവും വ്രണപ്പെടുത്തുന്നില്ല. താങ്കൾ പറഞ്ഞതിൽ ഒരു തെറ്റാണ് ചൂണ്ടിക്കാണിച്ചത്. ആ തെറ്റ് മനസ്സിലാക്കണം എന്നാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഉമ്മ ഇത് കാണുകയാണെങ്കിൽ, ഉമ്മച്ചി ഇത് അടുത്ത തവണ അടുത്ത ട്രിപ്പ് എന്റെ വീഡിയോ ഞങ്ങൾക്ക് അയച്ചാലുണ്ട്, ഞങ്ങളത് ഓൺ എയർ കാണിക്കും. ഇങ്ങനെ പോരട്ടെ, ഓക്കെ? ഞങ്ങൾക്ക് അതേ പറയാനുള്ളത്. നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതുപോലത്തെ അടുത്ത വീഡിയോ ഞങ്ങൾക്ക് കിട്ടണം മസ്റ്റ് ആയിട്ട്. ഉമ്മച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ, ഓക്കെ?